അവൾക്ക് അതറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ ഓരോ പുഞ്ചിരിയിലും തൻ്റെ ലോകം കണ്ടെത്തിയ ഒരാൾ അവളുടെ അരികിലുണ്ടായിരുന്നു. മുറിവുകളുമായി പൊരുതുന്ന അവൾ, ഹൃദയത്തിൽ പ്രണയം ഒളിപ്പിച്ച് കാത്തിരിക്കുന്ന അവൻ. ആ ബന്ധം വെറും സൗഹൃദമായിരുന്നോ, അതോ വിധി രഹസ്യമായി എഴുതിവെച്ച മറ്റൊരു കഥയുടെ തുടക്കമോ? വെൽക്കം ടു അവർ സ്റ്റോറി, രഹസ്യബന്ധം, എപ്പിസോഡ് 7. ആ രാത്രി ഇരുണ്ടു വെളുത്തത് കാവ്യയുടെ മനസ്സിൽ പുതിയൊരു ചതിയുടെ വിത്ത് പാകിക്കൊണ്ടായിരുന്നു. ഹരിയെ മുൻനിർത്തി മീരയെ തകർക്കുക, അതിലൂടെ ദേവനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക, ഇതായിരുന്നു കാവ്യയുടെ ലക്ഷ്യം. അതേസമയം ഹൈദരാബാദിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് തൻ്റെ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ദേവൻ മീരയെ കാണാൻ അവളുടെ ഓഫീസിലേക്ക് വരികയായിരുന്നു. എന്നാൽ കാവ്യയുടെ ഉപദേശപ്രകാരം ഹരി അതിനു മുൻപ് തന്നെ മീരയുടെ ഓഫീസിലെത്തി. അനുവാദമില്ലാതെ ഹരി മീരയുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി. മീര കനത്ത സ്വരത്തിൽ, "ഹരി, താനെന്താണ് ഇവിടെ? ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്ന്." ഹരി വ്യാജമായ സങ്കടത്തോടെ, "മീര, ദയവ് ചെയ്ത് എന്നെ ഇറക്കി വിടരുത്. കാവ്യയുടെ ചതിക്കുള്ളിൽ വീണപ്പോഴാണ് എൻ്റെ ബിസിനസ്സും ജീവിതവും തകർന്നത്. എനിക്ക് തെറ്റുപറ്റി. നമുക്ക് പഴയതുപോലെ ഒന്നിച്ച് ജീവിച്ചുകൂടെ?" "മീര, നിർത്തടോ നിൻ്റെ അഭിനയം. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്നെപ്പോലെ മൃഗത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. ഗെറ്റ് ഔട്ട്." അതേസമയം ക്യാബിൻ്റെ വാതിൽ തുറന്ന് ദേവൻ അകത്തേക്ക് കയറി. അവിടെ ഹരിയെ കണ്ടതും അവൻ്റെ ചോര തിളച്ചു. ദേവൻ, "ഹരി, അന്ന് നാട്ടിൽ വെച്ച് തന്ന തല്ല് നിനക്ക് പോരാഞ്ഞിട്ടാണ് നീ ഇവിടെ അവളുടെ ഓഫീസിലേക്ക് കയറി വന്നത്. ഇറങ്ങട പുറത്ത്." ദേവനെ കണ്ടതും ഹരി ഭയന്നെങ്കിലും ഉള്ളിലെ അസൂയയും പുരുഷാഹങ്കാരവും പുറത്തു വന്നു. അവൻ ദേവന് നേരെ തിരിഞ്ഞ് പരിഹാസത്തോടെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഹരി ദേവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, "ദേവ, നീ വലിയ നീതിമാൻ ചമന്തി, ഇതിൽ ഇടപെടണ്ട. എടാ, നിൻ്റെയൊക്കെ കള്ളക്കളി എനിക്കിപ്പോൾ നന്നായി മനസ്സിലായി." ഹരി മീരയോടായി പറഞ്ഞു. "മീരെ, നീ ഇവനെ വിശ്വസിച്ച് എൻ്റെ നേരെ ചൂടാകാൻ വരണ്ട. ഞാൻ നിന്നെ ചതിച്ചെന്ന് കരുതി നീ ഇവൻ പറയുന്നതൊക്കെ കേട്ട് തുള്ളുകയാണോ? ഞാൻ നിന്നെ ചതിച്ചെങ്കിൽ ദേ ഈ നിൽക്കുന്നവൻ നിന്നെ അതിലും വലിയ രീതിയിൽ ചതിക്കുകയല്ലേ ചെയ്തത്." ഹരിയുടെ വാക്കുകൾ കേട്ടൊന്നും മനസ്സിലാകാതെ മീര അവരെ മാറി മാറി നോക്കി. "മീര, താൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്?" ഹരി ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട്. "നിനക്കറിയില്ലല്ലോ മീരെ, നിനക്ക് വേണ്ടിയാണ് ഇവൻ എന്ന് നിൻ്റെ അനിയത്തി കാവ്യ വിവാഹം കഴിക്കാൻ ആലോചിച്ചു വന്നത്. അല്ലാതെ കാവ്യയോടുള്ള പ്രേമം കൊണ്ടായിരുന്നില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അവൻ വിവാഹപ്പന്തലിൽ വെച്ച് കാവ്യയും ഞാനും തമ്മിലുള്ള ബന്ധം നാട്ടുകാരുടെ മുന്നിലിട്ട് വിളിച്ചു പറഞ്ഞത്. നീ ഒറ്റപ്പെടാനും ആ ഒഴിഞ്ഞ കസേരയിലേക്ക് അവന് കയറിയിരിക്കാനും വേണ്ടി അവൻ കളിച്ച നാടകമായിരുന്നു അതെല്ലാം. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കാൻ വേണ്ടി ഇവൻ നിന്നെ ചതിക്കുകയായിരുന്നു." ഹരിയുടെ ഈ അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തൽ കേട്ട് മീരയുടെ ഹൃദയം നടുങ്ങി. അവൾ പകപ്പോടെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ദേവൻ ആ ആരോപണം നിഷേധിച്ചില്ല. അവൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. കണ്ണുകളിൽ വലിയൊരു കുറ്റബോധം നിഴലിച്ചു നിന്നു. ദേവൻ ഹരിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. ദേവൻ ദേഷ്യം കൊണ്ട് വിറച്ച്, "മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോടാ ഇവിടുന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും." ദേവൻ ഹരിയെ ക്യാബിന് പുറത്തേക്ക് ആഞ്ഞു തള്ളി. ഹരി ഭയന്ന് അവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെട്ടു. ഹരി പോയതും ക്യാബിനിൽ കനത്ത മൗനം പടർന്നു. മീരയുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ ദേവനോട് ചോദിച്ചു, "മീര, അവൻ പറഞ്ഞത് സത്യമാണോ ദേവ? നീ എന്നോടൊന്നും ഒളിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വെച്ചല്ല. എനിക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയണം. വാ എൻ്റെ കൂടെ." മീര ഓഫീസിൽ നിന്ന് ഇറങ്ങി കമ്പനിയുടെ മുകൾ നിലയിലുള്ള ആളൊഴിഞ്ഞ ടെറസിലേക്ക് നടന്നു. ദേവൻ കുറ്റബോധത്തോടെ അവളുടെ പുറകെ ചെന്നു. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കാറ്റ് ശക്തമായി വീശുന്ന ആ വിജനമായ സ്ഥലത്ത് അവർ രണ്ടുപേരും മാത്രമായി. മീര കണ്ണീരോടെ ദേവന് നേരെ തിരിഞ്ഞു. "പറയ് ദേവ, എനിക്ക് സത്യം അറിയണം. നീ കാവ്യ വിവാഹം കഴിക്കാൻ വന്നത് എനിക്ക് വേണ്ടിയായിരുന്നോ?" ദേവൻ കുറച്ചു സമയം തല താഴ്ത്തി നിന്നു. അവൻ്റെ നെഞ്ച് വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ മീരയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദേവൻ ഇടറിയ സ്വരത്തിൽ, "അതേ മീര, ഹരി പറഞ്ഞത് സത്യമാണ്. ഞാൻ ആദ്യമായി മീരയെ കാണുന്നത് എൻ്റെ കോളേജ് കാലത്താണ്. അന്നൊരു കസിൻ വഴിയാണ് ഞാൻ തന്നെ കുറിച്ചറിയുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാണ്. ഒരുപാട് ഒളിച്ചുവെച്ച പ്രണയമായിരുന്നു അത്. മീരയോട് അത് തുറന്നു പറയാൻ വേണ്ടി ഒരു ജോലിയും ജീവിതമൊക്കെ നേടി ഞാൻ വരുമ്പോഴേക്കും നിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഹരി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നു." മീര ശ്വാസം അടക്കി പിടിച്ച് അവനെ നോക്കി നിന്നു. ഇവൻ തുടർന്നു, "നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ആ ഇഷ്ടം ഉള്ളിൽ കുഴിച്ചു മൂടി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വിധി കാവ്യയുടെ രൂപത്തിൽ വീണ്ടും നിന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചു. നാട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി കാവ്യയുടെ വിവാഹാലോചന എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധം സ്ഥാപിക്കാമല്ലോ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ വിവാഹത്തിന് കുറച്ചു മുൻപാണ് ഹരിക്ക് കാവ്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സത്യം ഞാൻ അറിയുന്നത്. ആ ചതി പുറത്തായാൽ നിൻ്റെ ജീവിതം തകരുമെന്ന് എനിക്കറിയാമായിരുന്നു. 4 ചുവരുകൾക്കുള്ളിൽ പറഞ്ഞ് ഒത്തുതീർക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഇനി ഒരിക്കൽ കൂടി എന്നേക്കുമായി നഷ്ടപ്പെടാൻ എനിക്ക് അനുവദിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കല്യാണപ്പന്തൽ തന്നെ അതിനായി തിരഞ്ഞെടുത്തത്. നിന്നെ ആ ചതിയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് വേറെ ഒരു വഴിയുമില്ലായിരുന്നു." ദേവൻ്റെ വാക്കുകൾ കേട്ട് മീര തകർന്നുപോയി. തന്നെ സംരക്ഷിക്കാൻ തണലായി നിന്നവൻ്റെ ഉള്ളിൽ തന്നോടുള്ള പ്രണയമായിരുന്നു എന്ന സത്യം അവളെ അസ്വസ്ഥമാക്കി. ഹരിയോടുള്ള ബന്ധം തകർന്നതിൻ്റെ വേദനയിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി മുക്തയാകാത്ത മീരയ്ക്ക് ദേവൻ്റെ ഈ പ്രണയവും അതിനായുള്ള ത്യാഗവും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ അറിയില്ലായിരുന്നു. അവളുടെ മനസ്സ് ശൂന്യമായി.
അവൾ ദേവനെ നോക്കി ഒന്നും മിണ്ടാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ നടന്നുപോയി. അതേസമയം ഓഫീസിന് താഴെ ഒരു ഓട്ടോറിക്ഷയിലിരുന്ന് കാവ്യ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹരി പേടിച്ചിരണ്ട് ഓഫീസിന് പുറത്തേക്ക് ഓടി വരുന്നത് അവൾ കണ്ടു. കാവ്യ: എന്തായി ഏട്ടാ? മീര ചേച്ചി എന്താ പറഞ്ഞത്? ഹരി ദേഷ്യത്തോടെ: എന്ത് പറയാൻ, അവളെന്നെ നാണം കെടുത്തി ഇറക്കി വിട്ടു. ആ ദേവൻ അവിടെ എത്തി. ഞാൻ അവനോട് മുഖത്ത് നോക്കി ചോദിച്ചു, അവന് പണ്ടേ മീരയോട് ഇഷ്ടമായിരുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവൻ തകർത്തതെന്ന്. അവനെന്നെ അടിക്കാൻ വന്നു കാവ്യ. കാവ്യ ഉള്ളിൽ ചിരിച്ചുകൊണ്ട്: ആഹാ, അത് നന്നായി ഏട്ടാ. ആ ദേവനെ മാറ്റിയാലേ മീര ചേച്ചി ഏട്ടൻ്റെ അടുത്തേക്ക് വരൂ. ദേവൻ നാളെ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കവനെ കൊടുക്കണം. മീര ചേച്ചിയുടെ കണ്ണിൽ അവനെ മോശക്കാരനാക്കണം. എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. കാവ്യ തൻ്റെ ബാഗിൽ നിന്നും ഫോണെടുത്ത് ആരോട് സംസാരിക്കാൻ തുടങ്ങി. ഹരിയെയും കൂട്ടി അവൾ ദേവനെ പിന്തുടരാൻ തീരുമാനിച്ചു. ദേവൻ വളരെ വിഷമത്തോടെ ഭയത്തോടെ: മീര, ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വെളിപ്പെടുത്തൽ മീരയെ വിഷമിച്ചെന്ന് എനിക്കറിയാം. കാവ്യ തൻ്റെ ഫോണിലൂടെ ഹൈദരാബാദിലുള്ള ചില ലോക്കൽ ഗുണ്ടകളുമായി സംസാരിച്ചുറപ്പിച്ചു. ഹരിയുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സ്വർണ്ണമാല പണയം വെച്ചാണ് കാവ്യ ഈ ഗുണ്ടകൾക്ക് പണം നൽകിയത്. കാവ്യ: ദേവൻ്റെ കയ്യിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ഈ ഗുണ്ടകൾ അവനെ ആക്രമിച്ച് ആ പണം തട്ടിയെടുക്കും. നാട്ടിൽ പെണ്ണ് പിടിക്കാൻ നടന്ന് ഒടുവിൽ പണം പോയതാണെന്ന് നമ്മൾ മീര ചേച്ചിയെ വിശ്വസിപ്പിക്കും. അതോടെ മീര ചേച്ചിക്ക് ദേവനോടുള്ള ബഹുമാനം പോകും. ആ സമയത്ത് ഏട്ടൻ അവളുടെ രക്ഷകനായി ചെന്നാൽ അവൾ ഏട്ടൻ്റെ കാലിൽ വീഴും. ദേവൻ തൻ്റെ ബാഗുമായി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയായിരുന്നു. സ്റ്റേഷൻ്റെ പുറകിലെ ഒഴിഞ്ഞ വഴിയിലൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് 3 പേർ ദേവൻ്റെ മുന്നിലേക്ക് ബൈക്കിൽ വന്ന് നിന്നത്. അവരുടെ ഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ അപകടം ദേവൻ മണത്തു. അവരിലൊരാൾ ഹിന്ദിയിൽ എന്തൊക്കെയോ അട്ടഹസിച്ചുകൊണ്ട് ദേവൻ്റെ കയ്യിലെ ബാഗ് പിടിച്ചു വാങ്ങാൻ നോക്കി. ദേവൻ ബാഗ് വിട്ടുകൊടുക്കാതെ അവനെ തള്ളിമാറ്റി. പെട്ടെന്ന് മറ്റൊരാൾ കയ്യിലിരുന്ന ചെറിയ ഇരുമ്പുപൊടി കൊണ്ട് ദേവൻ്റെ തോളിലേക്ക് അടിച്ചു. 3 പേരും ചേർന്ന് ദേവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഒരാൾ കത്തിയെടുത്ത് ദേവന് നേരെ വീശി. ദേവൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവേറ്റു. ദൂരെ മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാവ്യയുടെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു. എന്നാൽ പെട്ടെന്ന് സ്റ്റേഷനിലെ റെയിൽവേ പോലീസിൻ്റെ പെട്രോളിംഗ് വണ്ടി ആ വഴി വരുന്നത് ഗുണ്ടകൾ കണ്ടു. സൈറൺ ശബ്ദം കേട്ടതും അവർ ദേവനെ വഴിയിൽ തള്ളിയിട്ടിട്ട് ബൈക്കിൽ പാഞ്ഞുപോയി. ദേവൻ പരിക്കേറ്റ് നിലത്ത് വീണു. പോലീസ് ഓടിയെത്തി അവനെ എഴുന്നേൽപ്പിച്ചു. ഇത് കണ്ട കാവ്യ ദേഷ്യത്തോടെ തൻ്റെ ഫോണെടുത്ത് മീരയുടെ നമ്പറിലേക്ക് വിളിച്ചു. മീര ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ടാക്സി റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വന്നു നിന്നതും മീര പുറത്തേക്ക് ചാടിയിറങ്ങി. സ്റ്റേഷൻ്റെ പുറകുവശത്ത് ഒഴിഞ്ഞ പാതയിലേക്ക് എത്തിയപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. പോലീസ് ജീപ്പും അവിടെ കിടപ്പുണ്ടായിരുന്നു. മീര ജനക്കൂട്ടത്തിനിടയിലൂടെ തള്ളിമാറ്റി മുന്നോട്ട് നടന്നു. അവിടെ ബെഞ്ചിലിരുന്ന് കയ്യിലെ മുറിവിൽ തൂവാല കൊണ്ട് അമർത്തിപ്പിടിച്ചിരിക്കുന്ന ദേവനെ അവൾ കണ്ടു. ദേവ! മീര നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മീരയെയും അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ദേവൻ അത്ഭുതത്തോടെ എഴുന്നേറ്റു. മീര, ഇതെന്താ ഇവിടെ? മീര അവൻ്റെ കയ്യിലെ മുറിവിലും തോളിലും തൊട്ടു നോക്കി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ദൂരെ മാറി നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന കാവ്യയും ഹരിയും പതുക്കെ അങ്ങോട്ട് നടന്നു വന്നു. ഉറക്കെ ചുറ്റും നിൽക്കുന്നവർ കേൾക്കാൻ പാകത്തിൽ: ഞാൻ പറഞ്ഞില്ലേ മീര ചേച്ചി, ഇവൻ വലിയ മാന്യം ചമഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഹൈദരാബാദിൽ വന്ന് ഏതോ പെൺകുട്ടികളുടെ പുറകെ നടന്ന ലോക്കൽ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങി കൂട്ടിയതാണിവൻ. രാവിലെ ഹരിയേട്ടൻ ഓഫീസിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവന് പണ്ടേ ചേച്ചിയോടുണ്ടായിരുന്ന കള്ളക്കണ്ണായിരുന്നു. ആ സുഖത്തിന് വേണ്ടിയാണ് ഇവൻ എൻ്റെ കല്യാണം മുടക്കിയതും ഇപ്പോൾ ഇവിടെ വന്ന് പെണ്ണ് പിടിക്കാൻ നടന്ന് തല്ലുകൊണ്ടതും. കാവ്യയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവും ആ വാക്കുകളും കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ജനങ്ങളും ദേവനെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ഹരി പുറകിൽ വന്ന് കയ്യും കെട്ടി പരിഹാസത്തോടെ നിന്ന്. എന്നാൽ കാവ്യ വിചാരിച്ചതുപോലെ മീര തകർന്നു പോയില്ല. ഹരി ഓഫീസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ കാവ്യ പറയുന്നതും കൂട്ടി വായിച്ചപ്പോൾ മീരയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഇത് തന്നെയും ദേവനെയും തകർക്കാൻ ഇവർ ഒന്നിച്ച് മെനഞ്ഞ നാടകമാണെന്ന് അവൾക്ക് ബോധ്യമായി. മീര പതുക്കെ കാവ്യയുടെ അടുക്കലേക്ക് നടന്നു ചെന്നു. മീര വളരെ ശാന്തമെങ്കിലും ദൃഢമായ സ്വരത്തിൽ: നിർത്തടി നിന്റെ കള്ളം. ദേവനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? രാവിലെ എൻ്റെ ഓഫീസിൽ വന്ന് പണത്തിന് വേണ്ടി ഭിക്ഷ യാചിച്ച നിന്റെ ഈ കെട്ടിയവനുണ്ടല്ലോ, അവൻ തോറ്റുപോയതിൻ്റെ വിഷമത്തിലും അസൂയയിലുമാണ് നിങ്ങൾ 2 പേരും കൂടി ഈ കള്ളക്കഥ മെനയുന്നത്. ദേവൻ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവൻ എന്നെ ഒരു സഹോദരിയെ പോലെയാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ നിന്റെ ഈ നാണം കെട്ട ഭർത്താവിനെ പോലെ കാമക്കണ്ണോടെയല്ല. മീര പെട്ടെന്ന് അവിടെ നിന്ന് പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് തിരിഞ്ഞു. മീര: സാർ, ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഈ കാണുന്ന ഹരിയും കാവ്യയും ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിച്ചവരാണ്. ഇപ്പോൾ ഹൈദരാബാദിൽ വന്ന് എന്നെയും എന്നെ സഹായിക്കുന്ന ഈ ദേവനെ തകർക്കാൻ വേണ്ടി ഇവർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ നാടകമാണിത്. ഈ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ അറിയാം ദേവനെ ആക്രമിച്ച ഗുണ്ടകൾക്ക് പിന്നിൽ ഇവരാണെന്ന്. CCTV എന്ന് കേട്ടതും ഹരിയുടെയും കാവ്യയുടെയും മുഖത്ത് ചോരയൊലിപ്പും ആത്മവിശ്വാസം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. പോലീസ് ഓഫീസർ ഉടൻ തന്നെ കോൺസ്റ്റബിളിനോട് പറഞ്ഞു: ആ ക്യാമറയുടെ ദൃശ്യങ്ങൾ വേഗം ചെക്ക് ചെയ്യും. ഈ 2 പേരെയും തൽക്കാലം ജീപ്പിലേക്ക് കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാം. പോലീസുകാരൻ ഹരിയുടെയും കാവ്യയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഹരി പേടിച്ച് വിറച്ചുകൊണ്ട്: സാറേ, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല. എല്ലാം ഇവളാണ് പ്ലാൻ ചെയ്തത്. ഇവളാണ് ഗുണ്ടകൾക്ക് പണം കൊടുത്തത്. എന്നെ വെറുതെ വിടണം സാറേ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഹരി വീണ്ടും കാവ്യയെ തള്ളിപ്പറഞ്ഞു. അവർ പരസ്പരം വഴക്കിടാൻ തുടങ്ങിയപ്പോൾ പോലീസ് അവരെ ബലമായി പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി. എല്ലാം ശാന്തമായപ്പോൾ മീര ദേവൻ്റെ അരികിലേക്ക് വന്നു. അവൾ തൻ്റെ തൂവാല എടുത്ത് അവൻ്റെ മുറിവിൽ കെട്ടിക്കൊടുത്തു.
ദേവന്റെ കൈയിലെ മുറിവിൽ തന്റെ തൂവാല കൊണ്ട് കെട്ടിക്കൊടുക്കുമ്പോൾ മീരയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിന്ന ജനക്കൂട്ടവും പോലീസുകാരും പതുക്കെ ഒഴിഞ്ഞുപോയി. റെയിൽവേ സ്റ്റേഷന്റെ ആ വിജനമായ കോണിൽ വീണ്ടും അവർ മാത്രമായി. മീരയുടെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റ് അടങ്ങുകയായിരുന്നു. പോലീസിനോടും നാട്ടുകാരോടും സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ദേവന്റെ നെഞ്ചിൽ ഒരു കൂരമ്പ് പോലെയാണ് തറച്ചത്. അവൻ എന്നെ ഒരു സഹോദരിയെ പോലെയാണ് കണ്ടിട്ടുള്ളത്. മീരയുടെ ഈ വാക്കുകൾ ദേവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മുറിവ് കെട്ടിക്കഴിഞ്ഞിട്ടും മീര ഒന്നും സംസാരിക്കാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ദേവന്റെ കൈയിലേക്ക് ഇറ്റു വീണു. മീര! ദേവൻ വളരെ പ്രയാസപ്പെട്ട് അവളുടെ പേര് വിളിച്ചു. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മീര മുഖം ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കുറ്റബോധവും സങ്കടവും കലർന്നിരുന്നു. എന്തിനാ ദേവ നീ ഇതൊക്കെ സഹിച്ചത്? എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ ജീവിതം എന്തിനാ നീ പണയം വെച്ചത്? കാവ്യ എൻ്റെ അനിയത്തിയാണെന്ന സത്യം പോലും മറന്ന് നീ എനിക്ക് വേണ്ടി. മീരയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മതി മീര, നീ ഒന്നും പറയണ്ട. ദേവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ വർഷങ്ങളായി ഉള്ളിൽ ഒതുക്കിവെച്ച ആ പ്രണയവും വേദനയും ഒരുമിച്ച് പുറത്തേക്ക് വരികയായിരുന്നു. കുറച്ചു മുൻപ് നീ പോലീസിനോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒരു സഹോദരിയെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്ന്? ദേവന്റെ ശബ്ദം വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അല്ല മീര, ഒരിക്കലുമല്ല. അങ്ങനൊരു സ്ഥാനം നൽകാൻ എനിക്ക് കഴിയില്ല. കാരണം നീ എൻ്റെ ജീവനായിരുന്നു. ദേവന്റെ ആ പെട്ടെന്നുള്ള വെളിപ്പെടുത്തൽ കേട്ട് മീര ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. ശ്വാസം എടുക്കാൻ പോലും മറന്ന് അവൾ ദേവന്റെ മുഖത്തേക്ക് നോക്കി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.